സർ, ഈ കണ്ണൂർ രാഷ്ട്രീയം അതിലെ ഈ ബോംബ് രാഷ്ട്രീയം നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവമാണ് കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ. പക്ഷേ പലപ്പോഴും CPM അടക്കം ഈ ബോംബ് രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബോംബാക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ അതിൽ പ്രതിസ്ഥാനത്ത് വരുന്നവരെയൊക്കെ തള്ളിപ്പറയുക എന്നുള്ളത് ഒരു കീഴ്വഴക്കമായി അവിടെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരിത്തിരി കൈവിട്ടുപോയി. കാര്യം മുമ്പ് അവിടെ നടന്ന ഒരു ബോംബ് നിർമ്മാണ സമയത്ത് ഉണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട ഒരാൾ. അപ്പോൾ ആ സമയത്ത് പാർട്ടി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷെറിൽ എന്നാണ് പേര്. കൃത്യം കഴിഞ്ഞ വർഷമോ മറ്റോ ആണ്, 2024 സംഭവം നടന്നത്. പാനൂർ മുളയാന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുക സ്ഫോടനം ഉണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം 15 പേരായിരുന്നു കേസിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെട്ട ഷെറിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. അന്ന് പാർട്ടി എടുത്ത നിലപാട് ഇയാൾ ഞങ്ങളുടെ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ അതെ അതെ, അത് ഉത്സവത്തിന് പൊട്ടിക്കാൻ പടക്കം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു കാണും. എന്തോ ആയിക്കോട്ടെ. പക്ഷെ പിന്നീട് ഈ കേസിൽ ഉൾപ്പെട്ട ഒരാളെ CPMൻ്റെ പ്രാദേശിക ഘടകത്തിലേക്ക് എടുത്തപ്പോൾ വലിയ വിവാദമായിരുന്നു. പാർട്ടി അതിനെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ഷെറിൽ രക്തസാക്ഷിയാണ്. അവിടെ നടന്ന കണ്ണൂർ കുന്നോത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ DYFI സമ്മേളനത്തിൽ അവതരിപ്പിച്ച രക്തസാക്ഷി പ്രമേയത്തിൽ ഷെറിലിന് ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ബോംബ് രാഷ്ട്രീയം അതിനെ ഒരു വേള CPM തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏറെക്കുറെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് നമ്മൾ പൊതുവെ കരുതിയും വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാട് യുവജന സംഘടന തന്നെ എടുക്കുന്നു. എന്താണ് പറയാനുള്ളത്? കമ്മ്യൂണിസ്റ്റ് സംഘടനാ മെഷീനറി ജനങ്ങളുടെ പൊതു ചിന്താഗതി മനസ്സിലാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് മുട്ടിയിരുട്ടുള്ള മുദ്രാവാക്യവും അതുവഴി പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ പറ്റുന്ന രീതികളും ഉണ്ടായിരുന്നു. ഒരു പോലീസ് ലാത്തിച്ചാർജ് എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമായിട്ട് പല നേതാക്കളും കണ്ടിരുന്നു. കാര്യമായി പരിക്കില്ല, നമുക്ക് തന്നെ തല്ലി കിട്ടിയാലും, നമ്മുടെ കൂടെ ജാഥയ്ക്ക് വന്ന ഒരുത്തിന് ആത്മഹത്യയിൽ വെടിയേറ്റ് മരിച്ചാലും ലാത്തിച്ചാർജ് ഏറ്റ് മരിച്ചാലും ഇതെല്ലാം വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ് രക്തസാക്ഷികൾ. നമ്മൾ മറ്റേ ശ്രീനിവാസൻ്റെ സിനിമ കണ്ട പോലല്ല. അതുപോലെ തന്നെ ഈ രക്തസാക്ഷികൾ കണ്ണൂർ അവിടെ ഉണ്ടായ മലപ്പട്ടണത്തുണ്ടായ ബോംബ് സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട് അവരെ രക്തസാക്ഷികളെന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവർ CPM അല്ല കോൺഗ്രസോ ഒരു കക്ഷി BJP ഒക്കെ മനസ്സിലാകാത്തൊരു കാര്യം, നമുക്ക് ജനങ്ങളുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ജനങ്ങളുടെ തീവ്രമായ വികാരങ്ങളുമായി ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു കോസിന് പോയി ഒരുത്തൻ ചത്തു കഴിഞ്ഞാൽ അവനെ രക്തസാക്ഷിയായിട്ട് കൊണ്ടു നടക്കാൻ കുറച്ച് പേർക്ക് താല്പര്യം കാണുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവൻ താല്പര്യം കാണിക്കുമ്പോൾ അവൻ്റെ പിന്നെ രക്തസാക്ഷിയായിട്ട് വിൽക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും നടക്കേണ്ടത്. ഇപ്പോൾ നമ്മളന്ന് ചർച്ചക്കിടക്കിൽ തന്നെ പറഞ്ഞു, ഈ വിദ്യാഭ്യാസ സമരത്തിൽ ഗവർണർക്കെതിരായി ആരിഫ് മുഹമ്മദിനെതിരായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ഗവർണർക്കെതിരായിട്ടൊക്കെ യൂണിവേഴ്സിറ്റി സമരമൊക്കെ നടത്തുമ്പോൾ ഗോവിന്ദൻ പോയി ആശീർവദിക്കുമ്പോൾ പോലും അതിനകത്തൊരു നീ ഒരു രക്തസാക്ഷി ആകുക എന്നാണോ എന്ന് സംശയമുണ്ട്. കാരണം അവർക്ക് രക്തസാക്ഷിയെ കിട്ടാത്ത സങ്കടത്തിൽ പാഞ്ഞു നടക്കുകയാണ് ഇവർ. ഇതുവരെ കൊള്ളാവുന്ന ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന രക്തസാക്ഷിയെ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ടാരും ഓർക്കാതെ കിടന്ന ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ പൊക്കിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ചരിത്രം കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ BJPക്ക് അന്ന് അറിയപ്പെടുന്ന രക്തസാക്ഷികൾ ആരുമില്ല, അറിയപ്പെടുന്ന ആൾക്കാരുമില്ല. അതുകൊണ്ട് ഉദാഹരണത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇവർ സ്വന്തക്കാരനാക്കുക. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുകയും രാജ്യത്തെ സ്വാതന്ത്ര്യ സമയത്ത് സ്റ്റേറ്റുകളെ എല്ലാത്തിനും മുൻപിൽ നിന്നയാളാണ്. അതുകൊണ്ട് പട്ടേലിനെ സ്വന്തക്കാരനാക്കി മാറ്റുക എന്നുള്ള കലാപരിപാടി BJP ചെയ്യുകയാണ്. പല സ്റ്റേറ്റിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അറിയാവുന്ന നേതാക്കന്മാരുടെ പുറകെ പോവുക എന്നുള്ള പരിപാടി ഇവർ ആവർത്തിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ ചേറ്റൂർ സംഘടനയുടെ കാര്യത്തിൽ വന്നു. അങ്ങനെ പല കാര്യത്തിലും വരുന്നു. ഇതേ സ്റ്റൈൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും പിന്തുടർന്നത്. അവർക്ക് കിട്ടുന്ന രക്തസാക്ഷികൾ ഈ മേഖലയിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു NGO യൂണിയൻ്റെ പ്രവർത്തകനെ രക്തസാക്ഷിയായിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കോളേജ് അധ്യാപക സംഘടനപ്പെട്ടാണ് രക്തസാക്ഷിയായിട്ട്. എന്താ കിട്ടാത്തത്? അവർക്ക് വേറെ പണിയുണ്ട്. അല്ല, അവർക്ക് പണിയുന്ന ഇതിലേക്ക് വലിയ പണിയുണ്ടോ? വർഗസമരത്തിൽ പങ്കാളിയാകുക, വർഗശത്രുക്കൾക്കെതിരായി പോരാടുക എന്നുള്ളതിൽ വലിയ പണി ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനുള്ളത്. പ്രത്യേകിച്ച് വേലയും കൂലിയൊന്നും ഇല്ല. പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും തല്ലാനും നടക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരിൽ പലരുമാണ് രക്തസാക്ഷി പരിവേഷത്തിൽ ആയിത്തീരുന്നത്. പിന്നെ ചിലർ ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്നുള്ള വിഭാഗത്തോട് കേരളത്തിലെ ജനങ്ങൾ അത്ര വലിയ ബഹുമാനത്തോടെ അല്ല കാണുന്നത്. രക്തസാക്ഷി വേണ്ട ഇവരല്ലാതെ വേറെ ആരെങ്കിലും അവിടെ എപ്പോഴെങ്കിലും പോയി പുഷ്പാർച്ചന നടത്തുന്ന കണ്ടിട്ടുണ്ടോ?
നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഇപ്പോൾ അഭിമന്യുവിൻ്റെ പ്രതിമ അവിടെ നിൽപ്പുണ്ട്. എത്രയോ ആൾക്കാർ അങ്ങോട്ടും അങ്ങോട്ടും പിള്ളേർ തന്നെ പോകുന്നുണ്ട്. ഇതവിടെ ഇരിക്കുന്നതായിട്ട് പോലും അതിൻ്റെ മുകളിൽ ഒരു കാക്ക ഇരുന്നാൽ ഓടിച്ചുവിടാൻ പോലും തയ്യാറാകില്ല. വാർഷികം ആചരിക്കാനായിട്ട്, രക്തസാക്ഷി ദിനം ആചരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഹ്യൂമൻ സൈക്കോളജി നമുക്ക് നേരിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ പഠിച്ച രീതിയിൽ അറിയാവുന്നൊരു കാര്യം, ഒരു കോളേജിൽ പഠിക്കുന്ന പയ്യൻ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെല്ലുകയും അവരുടെ അച്ഛനമ്മമാരായിട്ട് സംസാരിക്കുകയും ചെയ്താൽ അവരാദ്യം കുറ്റപ്പെടുത്തുന്ന പാർട്ടിയാണെന്നറിയാമോ? ഒന്നെങ്കിൽ RSS അല്ലെങ്കിൽ SDP. അങ്ങനെയല്ല, ഏത് പാർട്ടിയിലാണോ അവൻ പാർട്ടി മൂലമാണോ അവൻ രക്തസാക്ഷിയാകാനായിട്ട് സമരത്തിന് പോയത്, ഏത് പാർട്ടിക്ക് വേണ്ടിയാണോ പോയത്, ആ പാർട്ടി എൻ്റെ മകനെ അവർ കുരുതി കൊടുത്തു, അവർക്ക് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്ന ഇവരെ, അത് അവരുടെ സ്വന്തക്കാരാണ്. ഇനി ഇതിനൊരു സമാധാന പ്രക്രിയയുടെ ഭാഗമായിട്ട് കണ്ണൂരിലെ കുറേ സുഹൃത്തുക്കൾ ഒരു പരിപാടി നടത്താൻ നോക്കി, നടന്നില്ല. അത് നടന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മലപട്ടണത്തെ ബോംബ് സ്ഫോടനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നും എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് ഒരു ഓണാഘോഷമോ ക്രിസ്മസ് ആഘോഷമോ ബക്രീദ് ആഘോഷമോ നടത്താൻ പരിപാടി ഇട്ടതാണ്. അത് ആദ്യത്തെ 2-3 വീട്ടുകാർ സമ്മതിച്ചു. പിന്നെ ഇങ്ങനൊരു പരിപാടി നടത്താൻ പോകുന്നുവെന്ന് CPM-ഉം RSS ഒക്കെ അറിഞ്ഞ പിന്നെ എല്ലാവരും അയ്യോ ഞങ്ങളില്ല. കാരണം അതിന് പോയാൽ പോലും അപകടം അവിടെ. ഇവിടെ ഇപ്പോൾ രക്തസാക്ഷിയെ വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും തയ്യാറാകില്ല. പണ്ടെണ്ണം പറയുമായിരുന്നു, 1, 2, 3 എന്ന് പറയുമായിരുന്നു. TP ചന്ദ്രശേഖരൻ രക്തസാക്ഷി ആയതുകൊണ്ട് ഒരു രക്തസാക്ഷിയെ കിട്ടുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് എൻ്റെ നെഗറ്റീവ് വശം അറിയാം. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ കൂടെ അല്ലെ പത്രത്തിൽ കൂടെ എന്താ ഉണ്ടായത്? അടിത്തറയായി പോയത്. പാർട്ടിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വടകര പാർലമെൻറ്റ് നോക്കണ്ട, ചുറ്റുമുള്ള അസംബ്ലികൾ നോക്കണ്ട, ഷാഫിയുടെ ജയം അത്രയും മിന്നുന്ന ജയം. ഷാഫിയോടെ ജയിക്കുമായിരുന്നു, മുരളീധരൻ ജയിച്ചിട്ടുണ്ട്, മുല്ലപ്പള്ളിയും ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വടകര മുഖത്ത് അടി കിട്ടി, ചവിട്ടുകൂടെ കിട്ടി, കൂട്ടത്തിൽ വീഴുക മാത്രമല്ല ഇത്. അത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയത് കലാപത്തിൽ കൂടെ, ഏതെങ്കിലും ഗുണ്ടാപ്രവർത്തനത്തിൽ കൂടെയാണെങ്കിലും രക്തസാക്ഷി ആയിക്കഴിഞ്ഞാൽ, ഇന്നലെ ഇവിടെ ബാറിലെങ്ങാണ്ട് കുത്തേറ്റെടുത്ത് മരിച്ചിട്ടുണ്ട്, വേണം രക്തസാക്ഷിയാക്കാം പറ്റുമെങ്കിൽ. അത് ശ്രീനിവാസൻ എത്ര ഭംഗിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക, രക്തഹാരണീച്ച് അല്ലെങ്കിൽ ത്രിവർണ്ണപതാക അല്ലെങ്കിൽ കാവ്യ തോതിപ്പിച്ച് കൊണ്ടുപോവാണ് രക്തസാക്ഷി. ആ എന്തിനു വേണ്ടി രക്തസാക്ഷിയായെന്ന് പറയണം. ഓരോ രക്തസാക്ഷി മണ്ഡപങ്ങളും സാധാരണ വഴക്കിൽ ഗുസ്തിയിലെ തമ്മിത്തല്ലിലെ കൊടി കിട്ടുന്ന തർക്കത്തിൽ രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ അത് ഓരോ രക്തസാക്ഷി മണ്ഡലങ്ങളിലെ പകയുടെ നെരിപ്പോടുകളാണ്. അത് ആഞ്ഞ് ആളി കത്തിക്കാനാണ് നോക്കുന്നത്. അവിടെ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ നാളെ എൻ്റെ മക്കളെ രക്തസാക്ഷിയാകാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ആ കോളേജിൽ നിന്ന് മാറ്റും. പക്ഷേ ഈ കണ്ണൂരിൽ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു രക്തസാക്ഷി എൻ്റെ കുടുംബത്തിനുണ്ടെന്ന് പലരും അഭിമാനപൂർവ്വം പറയുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറൊരു വലിയ ഗുണം, ഇപ്പം പാനൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഒരു വേക്കൻസി ഉണ്ടെന്നിരിക്കട്ടെ, 5 പേര് അപ്ലൈ ചെയ്യുന്നു, 5 പേരും സഖാക്കളാണ്, മുദ്രാവാക്യം വിളിക്കുന്നവരാണ്, ചെകുവേരയുടെ ജേഴ്സിയുടെ എല്ലാം കാണും. ഇപ്പോൾ രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ടൊരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടെങ്കിൽ പണ്ട് ഇപ്പോഴത്തെ കാര്യമില്ല, ഇപ്പോൾ കാശ്, പണ്ട് കാലത്ത് ആ പ്രിഫറൻസ് കൊടുത്തിരുന്നത് രക്തസാക്ഷി കുടുംബത്തിലെ പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു. ഇന്നത് പോയി. തിരുവിതാംകൂറിൽ ഈ ഭാഗത്തൊന്നും അത്രയില്ല. പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ സുധാകരൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് പറഞ്ഞ സുധാകരൻ അനിയനൊരാൾ മരിച്ചിട്ടുണ്ട്. അതെ, ഭുവനേന്ദ്രൻ. അപ്പോൾ സുധാകരൻ ഇപ്പോൾ സുധാകരൻ പോലും എൻ്റെ അനിയൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായവനാണ്. അതെ, ഏത് സന്ദർഭത്തിൽ എങ്ങനെയാണെന്നുള്ള നമുക്കറിയത്തില്ല. എന്നാൽ പോലും അത് സുധാകരനൊരു എക്സ്ട്രാ പോയിൻ്റാണ്. പക്ഷേ ഇന്ന് അങ്ങനത്തെ സമരങ്ങളില്ല. ഇന്ന് ഹെഡ് മിസ്ട്രസിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ തലമുടി വലിച്ചു പിടിക്കുന്നവൻ, ദിവസം പിടിച്ച് കയറുന്നവൻ, റഹീമിനെ പോലുള്ളവൻ നാളെ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷിയാവുമോ? ആരെങ്കിലും ബഹുമാനിക്കുമോ? അങ്ങനത്തെ സമര പരിപാടികൾ, ആ സമര പരിപാടി എന്ന് പറയാൻ പറ്റുക സമരാഭാസങ്ങൾ മാത്രമാണ് ഇന്ന്. അതുകൊണ്ട് മലപട്ടണത്തിലെ ബോംബ് സ്ഫോടനത്തിൽ എത്ര ഇവരെന്തെല്ലാം ആഘോഷിച്ചാലും അതുകൊണ്ട് CPM-ന് യാതൊരു മൈലേജും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നു.